ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹന. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ രാവിലെ എണീക്കുന്നത് തൊട്ട് 12 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഹൗ ഐ സ്റ്റാർട്ട് മൈ ഡേ, എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നൊക്കെ നമുക്കിന്ന് കാണാം. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 6:45 ഉറങ്ങി മതിയായില്ല. എനിക്ക് താല്പര്യമില്ലെങ്കിലും ബെഡിൽ നിന്ന് എണീറ്റല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ എണീറ്റു. ഉറക്കമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മടക്കാൻ തുടങ്ങി. ഓരോരോ ബെഡ്ഷീറ്റായിട്ട് ഞാൻ മടക്കി വെച്ച്, എന്നിട്ട് ഞാൻ ബെഡ് സെറ്റാക്കിയതിന് ശേഷം ഞാൻ മുടി ചീപ്പാൻ തുടങ്ങി. മുടി 2 സൈഡ് പിന്നി ഇടുന്നുണ്ട്. മുടി അങ്ങനെ 2 സൈഡ് പിന്നിയൊക്കെ കെട്ടി റെഡിയായതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. എൻ്റെ കോൾഗേറ്റ് ടീത്ത് ബ്രഷ് ചെയ്യുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവുന്നുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് മുഖം ഒരു ടവൽ വെച്ച് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ക്രീമാണിത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. രാവിലെയല്ലേ, അതുകൊണ്ട് തിരിയൊക്കെ കത്തിച്ച് ഞാൻ അവിടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബോൾട്ടിന് ചെന്ന് ഫുഡ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്തായാലും പത്രം വായിക്കൂല, അപ്പോൾ വായിക്കുന്നവരെങ്കിലും വായിച്ചോട്ടെന്ന് വിചാരിച്ച് ഞാൻ പത്രം എടുത്തപ്പോഴാണ് ബോൾട്ടിൻ്റെ ഒരു കുസൃതി ഞാനതിൽ കണ്ടത്. ഇതാരാടാ കീറിയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും അല്ലേ എന്നുള്ളൊരു മട്ടിൽ നിഷ്കളങ്കനായി ഇരിക്കുന്ന ബോൾട്ടിനെയാണ് നിങ്ങളാ കണ്ടത്. എന്നിട്ട് ഞാൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം അകത്ത് ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചൂട് ചായ വാങ്ങിച്ച് അമ്മയുടെ അടുത്ത് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളാ കാണുന്നത്. കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടെ നിറയെ നേരം ഇരുന്നു. എന്നിട്ട് അമ്മയെ സഹായിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എണീറ്റ് അമ്മയുടെ കറിയൊക്കെ ഇളക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കവി വെച്ച് കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളായിട്ട് അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇച്ചിരി പാത്രമൊക്കെ കഴുകി സഹായിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിലോട്ടൊന്ന് എത്തി നോക്കി. നല്ല ചൂട് മുട്ടക്കറിയും ചപ്പാത്തിയുമായിരുന്നു. എന്നിട്ട് ഞാൻ തൂക്കാൻ തുടങ്ങി ഗൈസ്. ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ച് തൂത്തിട്ട് ക്ലീൻ ആക്കിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ചീപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ജസ്റ്റ് റെഡിയാവാനായിട്ട് ഹെൽപ്പ് ചെയ്തു ഞാൻ. എന്നിട്ട് അമ്മ റെഡിയായി കഴിഞ്ഞു. അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സമയമായി. അമ്മയുടെ അടുത്ത് ടാറ്റ പറയുന്ന തന്നെയാണ് നിങ്ങളാ കാണുന്നത്. എന്നിട്ട് ഞാനും ചേച്ചിയും കൂടെ TV കാണാനിരുന്നു ഗൈസ്. വെക്കേഷനൊക്കെ അല്ലേ, അങ്ങനെ TV കണ്ട് ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് നമ്മളവിടെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് TV കാണുന്ന സുഖം അത് വേറെ തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് TV കാണുന്ന എന്നെയാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ട് ഞാൻ TV കണ്ടു. സമയം പോയത് അറിഞ്ഞില്ല. 11:30 ആയപ്പോഴേക്കും എനിക്ക് പിന്നെയും വിശന്നു. അങ്ങനെ നമ്മുടെ പഴയ കാലത്തെ താറാവ് ബിസ്ക്കറ്റ് എടുക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ ആ താറാവ് ബിസ്ക്കറ്റ് പെട്ടിയോടെ എടുത്ത് പിന്നെയും TV കാണാൻ തുടങ്ങി ഗൈസ്, ചേച്ചിയുടെ കൂടെ ഇരുന്ന്. പിന്നെ ഞാൻ ക്ലോക്കിലോട്ട് നോക്കിയതും 12 മണിയായി ഗൈസ്. സമയം പോയതേ അറിഞ്ഞില്ല. അത്രയും കാര്യങ്ങളാണ് ഗൈസ് ഞാൻ രാവിലെ 6:45 തൊട്ട് 12 മണി വരെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ മോർണിംഗ് റൊട്ടീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.